എല്ലാവർക്കും SSCRRB മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Find the last digit of the expression 13 plus 23 plus 33 plus 43 plus etc. 1003. എന്താണ്? 13, 23, 33, 43 മുതൽ 1003 വരെ എഴുതി ഇങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്താണത്? അതൊരു AP ആണ്. എന്താണ്? അതൊരു AP ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. എന്താണ് AP യുടെ പ്രത്യേകത? നമ്പേഴ്സ് എല്ലാം തമ്മിൽ എന്തായിരിക്കും? ഒരു കോമൺ ഡിഫറൻസ് കാണും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പേഴ്സ് അതായത് 13, 23 ഇങ്ങനെ എഴുതി 1003 വരെ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്? ഒന്ന് നോക്കിക്കേ. നമുക്ക് ആദ്യത്തെ രണ്ട് ഡിജിറ്റ് ഒന്ന് കൂട്ടാം. 13, 23 എത്ര കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ? 36 കിട്ടും. 23, 10, 33, 36 കിട്ടും. എത്രയാണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്? 6 ആണ് വരുന്നത്. അടുത്ത നമ്പറൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്? നമ്മൾ ലാസ്റ്റ് മാത്രം കൂട്ടിപ്പോയാൽ മതി, മുഴുവൻ നമ്പർ കൂട്ടേണ്ട കാര്യമില്ല. എന്താണ്? 3 + 3 6 വരും. 6 + 3 9 വരും. ഇനി 4 ഡിജിറ്റ് കൂട്ടുകയാണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? 9 + 3 12. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 2 ആണ് വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസ് അതായത് രണ്ട് ഡിജിറ്റ് അതായത് രണ്ട് നമ്പർ വരുമ്പോൾ ആദ്യത്തെ രണ്ട് നമ്പർ എടുക്കുമ്പോൾ 3 × 2 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. ആദ്യത്തെ 3 നമ്പർ എടുക്കുമ്പോൾ 3 × 3 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. 4 നമ്പർ എടുക്കുമ്പോൾ 3 × 4 12. 12ന്റെ 2 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും എന്ത്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ഇവിടുത്തെ വരുന്ന എല്ലാ നമ്പേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 3 ആയതുകൊണ്ട് തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും എന്ത്? നമുക്ക് ഈ എക്സ്പ്രഷന്റെയും ഉത്തരത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് AP ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താണ് AP യുടെ ഒരു കോമൺ ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? nth ടേം കണ്ടുപിടിക്കാൻ, അതായത് ഒരു AP യുടെ nth ടേം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? nth ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? A + n - 1 × D. എന്താണ് A എന്ന് പറഞ്ഞാൽ? A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. അതുപോലെ D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? A + n - 1 × D ആണ്. നമുക്കിവിടെ nth ടേം തന്നിട്ടുണ്ട്, പക്ഷെ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷനിൽ നമ്മൾ അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? 13 ആണ്. A + n - 1 × D എത്രയാണ്? 10 ആണ്. എത്രയാണ് വരുന്നത്? 1003. നമ്മളെല്ലാം എന്താണ്? ആ ഒരു ഇക്വേഷൻ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുക. എന്ത് വരും? 13 + 10 13 + 10n - 10 = 1003 എന്ന് വരും. വീണ്ടും ചെയ്യുക. എന്ത് വരും? 13 - 10 എത്ര വരും? 3 വരും. 3 + 10n = 1003 എന്ന് വരും. 3 + 3 അപ്പുറത്ത് ഇക്വേഷന്റെ അപ്പുറത്തേക്ക് അതായത് ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് -3 ആകും. അങ്ങനെ 10n നമുക്ക് എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. n എത്രയാണ്? 1000 / 10 എത്രയാണ്? 100 ആണ്. അപ്പം n നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഇപ്പൊ n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? n 100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? 100നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 300 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ലാസ്റ്റ് ഡിജിറ്റ് ഈ എക്സ്പ്രഷന്റെ സമ്മിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? അപ്പോൾ ഓപ്ഷൻ എ 0 വരും. നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഓപ്ഷൻ എ 0 എന്ന് കിട്ടി. മനസ്സിലായോ എന്താണ് പറഞ്ഞത്? ഇപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അത് AP ആണെന്ന് മനസ്സിലായി. കാരണം എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? 10 ആണ്. കാരണം 13 + 10 ആണ് 23. 23 + 10 33. 33 + 43 അങ്ങനെ 1003 വരെ പോയിരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ എക്സ്പ്രഷന്റെ സമ്മ് കണ്ടുപിടിച്ച് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് അതായത് ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന അക്കം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ കണ്ടെന്താണ്? 3 + 3 + 3 + 3 ഇങ്ങനെ പോകുമ്പോഴല്ലേ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടുന്നത്. അപ്പം 3 + 3 + 3 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര n ഉണ്ട്, അതായത് n എത്ര ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് വരുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എ പിയുടെ ഇക്വേഷൻ എടുത്തു. എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് എന്ത്, nth ടൈം എന്ന് പറയുന്നത്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് n കിട്ടി. എത്രയാണ് n കിട്ടിയത്, 100 എന്ന് കിട്ടി. അപ്പൊ ആ 100നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടി. 300ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷന്റെ സമ്മിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number 106974 is divisible by which of the single digit numbers? എന്താണ് 106974 എന്ന നമ്പറിനെ താഴെ പറയുന്ന ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? സിംഗിൾ ഡിജിറ്റ് നമ്പർ താഴെ പറയുന്ന സിംഗിൾ ഡിജിറ്റ് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, താഴെ തന്നിരിക്കുന്ന ഓരോ നമ്പറിനും ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് നോക്കും. പക്ഷെ എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കൺവെൻഷണൽ രീതി നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഈ 4 ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും എന്താണ്, ഓപ്ഷൻസിലേക്ക് നോക്കണം. കാരണം നമുക്ക് ചെയ്യാതെ തന്നെ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് എന്ത് പറ്റും, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പേന എടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഉത്തരം എഴുതാൻ സാധിക്കും. ഡിവിസിബിലിറ്റി റൂൾ ഓൾറെഡി അറിയാമെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ അറിയണമെന്നില്ല. അല്ലാതെ തന്നെ എന്താണ്, നമുക്കിവിടെ പേന എടുക്കാതെ തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും. ഒന്ന് നോക്കിക്കേ, ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഫസ്റ്റ് ഓപ്ഷൻ 2, 3, 6 ആൻഡ് 7 ഒള്ളി. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, 2, 3 ആൻഡ് 7 ഒള്ളി. അടുത്ത ഓപ്ഷൻ 2, 3 ആൻഡ് 4 ഒള്ളി. അടുത്ത ഓപ്ഷൻ ഏതാണ്, 2 ആൻഡ് 3 ഒള്ളി. അപ്പം ഈ 4 ഓപ്ഷനിലും കോമൺ ആയിട്ടുള്ള എന്താണ്, 2ഉം 3ഉം ആണ്. അപ്പം 4 ഓപ്ഷനിലും 2ഉം 3ഉം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുറപ്പിക്കാം, ഈ നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം 4 ഓപ്ഷനിലും അത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് വരാത്തൊരു ഉത്തരം വരാൻ സാധ്യതയില്ല. അപ്പം ഈ നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉറപ്പായി. അപ്പം നിങ്ങൾക്കറിയാം 2 കൊണ്ടും 3 കൊണ്ടും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ എന്തുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണ്. ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 2 കൊണ്ടും 3 കൊണ്ടും എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 2ഉം 3ഉം 6ഉം വരുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അത് ഏതാണ്, അത് ഓപ്ഷൻ എ ആണ്. നമുക്ക് ചെയ്തു പോലും നോക്കേണ്ട കാര്യമില്ല. 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം 2ഉം 3ഉം എന്താ ഓൾറെഡി ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം 4 ഓപ്ഷനിലും 2, 3 കോമൺ ആണ്. ഇനി 2ഉം 3ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ ഉറപ്പായിട്ടും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ 2ഉം 3ഉം 6ഉം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണത്, ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the number of numbers between 500 and 700 excluding both for which the sum of the digit is equal to 9. എന്താണ് പറഞ്ഞിരിക്കുന്നത്, 500നും 700നും ഇടയിൽ, 500നെയും 700നെയും ഒഴിവാക്കിയതിനു ശേഷം 500നും 700നും ഇടയിൽ ഡിജിറ്റിന്റെ സമ്മ് 9 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്, സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 9 എന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താണ്, 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 9ന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. പക്ഷെ എന്താണ് ഇവിടെ എക്സാക്ട്ലി എന്ത് വേണം, സമ്മ് എത്രയാകണം, ഡിജിറ്റിന്റെ 9 തന്നെ ആവണം. ഇപ്പൊ സമ്മ് 18 വന്നാലും എന്താണ്, അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ അതിവിടെ എടുക്കാൻ പറ്റുമോ, ഇല്ല. എന്ത് വരണം, സമ്മ് 9 തന്നെ വരണം. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. അപ്പം 500നും 700നും ഇടയിൽ 500 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 500ന്റെ ആ റേഞ്ചിൽ ആദ്യം സമ്മിന്റെ ഡിജിറ്റിന്റെ സമ്മ് 9 വരുന്ന നമ്പർ ഏതാണ്, അത് 504 ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്, 513 ആണ്. പിന്നെ വരുന്ന ഏതാണ്, 522 ആണ്. അടുത്തത് 531 ആണ്. അടുത്ത ഏതാണ്, 540 ആണ്. അടുത്ത വരുമ്പോ ഏതാണ്, 549 വരും. പക്ഷെ എത്രയാണ് അവിടെ, ഡിജിറ്റിന്റെ സം എത്രയാണ്, 18 ആണ് വരുന്നത്. അപ്പം ഇനി 500ന്റെ റേഞ്ചിലുള്ള ഒന്നിനും എന്താണ്, എക്സാക്ട് 9 ആയിട്ട് സം വരുന്ന ഒരെണ്ണം പോലും വരില്ല. ഇനി നമുക്ക് 600ന്റെ എടുക്കാം. 600ന്റെ എടുക്കുമ്പോൾ ഏതാണ് ആദ്യം വരുന്നത്, 603 ആണ്. പിന്നെ എത്ര വരും, 612 വരും. പിന്നെ 621 വരും. 630 വരും. അടുത്ത വരുന്ന എത്രയാണ്, 639 ആണ്. അവിടെ എന്ത് വന്നു, 18 വന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അവിടെ നമുക്ക് അതെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് എന്ത്, ഡിജിറ്റൽ സം, അതായത് ഡിജിറ്റിന്റെ സമ്മ 9 വരുന്നത്. 500നും 700നും ഇടയിൽ ഇത്രയും നമ്പേഴ്സ് ആണുള്ളത്. എന്ത്, സം ഓഫ് ദ ഡിജിറ്റ്സ് 9 വരുന്നത്. എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഡിജിറ്റ് ഉണ്ട്. എത്രയുണ്ട്, 9 ഡിജിറ്റ് അല്ല, 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പം 500നും 700നും ഇടയിൽ ഡിജിറ്റിന്റെ സമ്മ 9, എക്സാക്ട് 9 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ സി 9 ആണ്, മറക്കരുത്.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ടു ദ നെക്സ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? എന്താണ് ആ ചോദ്യം? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. What is the smallest number which, when subtracted by 9, is divisible by 14, 16, 18, 21 and 32? എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിട്ടുള്ള 4 നമ്പേഴ്സിൽ 9 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 69 റേസ് ടു 175. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 69 റേസ് ടു 175ന്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് 69 റേസ് ടു 175 എന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനൊക്കെ എന്താണ് സ്ഥിരം നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. എന്തറിഞ്ഞിരിക്കണം നിങ്ങൾ? ഓരോ നമ്പറിന്റെയും സൈക്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നോട്ട് ചെയ്തോണം. ഇപ്പം 1, ഇപ്പം നമ്മൾ 1 എടുക്കുകയാണ്. അപ്പൊ 1 റേസ് ടു 1 എത്രയാണ്? 1 ആണ്. 1 റേസ് ടു 2 എത്രയാണ്? 1 ആണ്. 1 റേസ് ടു 3 എത്രയാണ്? 1 ആണ്. 1 റേസ് ടു 4 എത്രയാണ്? 1 ആണ്. അപ്പൊ 1ന്റെ പവറിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ആൻസർ വരുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. 1ന്റെ മുകളിൽ, അതായത് 1ന്റെ പവറായിട്ട് എന്ത് തന്നെ വന്നാലും ഡിജിറ്റ് എത്ര വരും അല്ലെങ്കിൽ ആൻസർ എത്ര വരും? 1 വരും. അതിനർത്ഥം എന്താണ്? ഇപ്പൊ ഇവിടെ 61 റേസ് ടു 175 എന്നാണ് വന്നതെന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക? ആ 61ന്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, 1. 1ന്റെ പവറിൽ ഏത് വന്നാലും എന്ത് തന്നെയായിരിക്കും ഉത്തരം വരുന്നത്? 1 ആയിരിക്കും. അതുകൊണ്ട് 61 റേസ് ടു എന്ത് തന്നെ വന്നാലും ആ ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ ഏതായിരിക്കും? 1 ആയിരിക്കും. മറക്കരുത്. അപ്പൊ 1ന്റെ പവറിൽ ഏത് വന്നാലും എന്തായിരിക്കും? ഉത്തരം 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് 1 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഒരു സംഖ്യയുടെ പവറിൽ ഏത് നമ്പർ വന്നാലും ആ ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ എത്ര ആയിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. ഇനി 2 എടുക്കുക. 2 റേസ് ടു 1 എത്രയാണ്? 2 ആണ്. 2 റേസ് ടു 2 എത്രയാണ്? 4 ആണ്. 2 റേസ് ടു 3 എത്രയാണ്? 8 ആണ്. 2 റേസ് ടു 4 എത്രയാണ്? 16 ആണ്. 2 റേസ് ടു 5 എത്രയാണ്? 32 ആണ്. പിന്നെ എത്രയാണ് വരുന്നത്? 64 ആണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ എന്താണ്? 2 റേസ് ടു 1. 2 റേസ് ടു 1 എത്രയാണ്? 2 ആണ്. 2 റേസ് ടു 2 4. 2 റേസ് ടു 3 8. 2 റേസ് ടു 4 16. അടുത്തത് 32. പിന്നെ എത്രയാണ് വരുന്നത്? 64. അങ്ങനെ 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 പോകും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചതേ, 2 4 8 16 ഇതിന്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ. 2 4 8ന് എന്താണ്? യൂണിറ്റ് പ്ലേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 4 8 ആണ്. അടുത്ത ഏതാണ് വരുന്നത്? 6 ആണ് വരുന്നത്. അടുത്തത് നോക്കിയേ, വീണ്ടും വരുമ്പോൾ എന്താണ് വരുന്നത്? 2 വരുന്നു, 4 വരുന്നു. അടുത്തത് വരുമ്പോൾ എന്ത് വരും? 128 വരും. അടുത്തത് 256 വരും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടോ? 2 4 8 6 2 4 8 6 എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടോ യൂണിറ്റ് ഡിജിറ്റ്? അപ്പം 2ന്റെ എത്രയാണ് സൈക്ലിസിറ്റി എന്ന് പറയുന്നത്? 4 ആണ്. ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരുന്നത്? 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്. അപ്പം യൂണിറ്റ് ഡിജിറ്റിലെ 2ന്റെ പവേഴ്സ് ആയിട്ട് വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്. അപ്പം സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. 62 റേസ് ടു 175. അപ്പം അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടത്? ഇതിന്റെ യൂണിറ്റ് പ്ലേസ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ യൂണിറ്റ് പ്ലേസ് നമ്മളോട് ചോദിക്കുകയാണ്. 62 റേസ് ടു 175 എന്നൊരു എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ അറിയാം എത്രയാണ്? 2ന്റെ സൈക്ലിസിറ്റി എന്താണ്? 4 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പവറിലുള്ള 175നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 175നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എത്ര കിട്ടുമെന്ന് നോക്കുക. കോഷ്യന്റ് നോക്കേണ്ട കാര്യമില്ല. റിമൈൻഡർ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക. കാരണം എന്താണ്? 4 കൊണ്ട് എന്തിനാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കാരണം 2ന്റെ സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ്. നമ്മൾ പറഞ്ഞില്ലേ 2 4 8 6 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ആ 4 4 കഴിഞ്ഞിട്ട് വീണ്ടും യൂണിറ്റ് പ്ലേസ് എന്ത് ചെയ്യുകയാണ്? റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് സൈക്ലിസിറ്റി 4 ആണ്. അങ്ങനെ വരുമ്പോൾ 62 റേസ് ടു 175 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പവറിനെ ആ സൈക്ലിസിറ്റി ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുമെന്ന് നോക്കുക. റിമൈൻഡർ എത്ര വരും? 15 വരും, 12 വരും. റിമൈൻഡർ എത്ര വരും? 3 വരും. അപ്പൊ 175നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 റേസ് ടു 3. കാരണം യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. 62 റേസ് ടു 175 ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. 2 റേസ് ടു പിന്നെന്താണ്? സൈക്ലിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന റിമൈൻഡർ എടുക്കുക. റിമൈൻഡർ പവറായിട്ട് എഴുതുക. എത്രയാണ് വരുന്നത്? 8 അല്ലേ വരുന്നത്. അപ്പം ആ 62 റേസ് ടു 175 എന്ന എക്സ്പ്രഷനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇതുപോലെ ഓരോ സംഖ്യയ്ക്കും എന്തുണ്ട്? സൈക്ലിസിറ്റി ഉണ്ട്. അത് എന്താണ്? പഠിക്കാൻ എളുപ്പവുമാണ്. അടുത്തത് നമുക്ക് 3യുടെ നോക്കാം. 3 നോക്കിക്കേ, എത്രയാണ്? 3 റേസ് ടു 1 3 ആണ്. 3 റേസ് ടു 9 ആണ്. 3 റേസ് ടു 3 27 ആണ്. 3 റേസ് ടു 4 81 ആണ്.
അടുത്ത് വരുമ്പോൾ എന്താണ്, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. 3യുടെ സൈക്ലിസിറ്റിയും എത്ര തന്നെയാണ്, 3യുടെ സൈക്ലിസിറ്റി എത്രയാണ്, 4 തന്നെയാണ്. അപ്പം 3യുടെ സൈക്ലിസിറ്റിയും 4 തന്നെയാണ്. അപ്പൊ ഈ 4 നമ്പേഴ്സ് ആണ് എന്ത്, 3 വെച്ച് പവർ വരുമ്പോൾ, അതായത് ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 3 വന്നതിന് ശേഷം അതിന് പവർ ആയിട്ട് എത്ര എഴുതിയാലും ഈ 4 നമ്പേഴ്സ് എന്ത് ചെയ്യൂ, അതിന്റെ യൂണിറ്റ് ഡിജിറ്റിലെ ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരികയുള്ളൂ. അപ്പം ഈ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും, അതായത് 63, ഇപ്പം ഇവിടെ 62 raised to 175 പകരം 63 raised to 175 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, അവിടെ 175നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, സൈക്ലിസിറ്റി ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ എത്രയാണ് വരുന്നത്, 3 ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, 3 raised to 3, 3 raised to 3 എത്രയാണ്, 3 into 3 9, 9 into 3 27 ആണ് വരുന്നത്. അപ്പം യൂണിറ്റ് ഡിജിറ്റിൽ എത്ര വരും, 27ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഏത് നമ്പർ ആണ് കിടക്കുന്നത്, 7 ആണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ എത്രയാണ്, 7 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ നമ്പേഴ്സിനും ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു സെഷനിൽ, അതായത് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ടെങ്കിൽ ആ സെഷനിൽ നമുക്ക് ഈ സൈക്ലിസിറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാൻ സമയമുണ്ടെങ്കിൽ. ഇപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 69 raised to 175 ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്, 69 raised to 175 ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 69 raised to 175. ഓക്കെ, നമുക്ക് 9ന്റെ സൈക്ലിസിറ്റി നോക്കാം. 9 raised to 1 എത്രയാണ്, 9 ആണ്. 9 raised to 2 എത്രയാണ്, 81 ആണ്. 81ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് 81, 9 raised to 3 എന്ന് പറയുമ്പോൾ 81 into 9. 81 into 9 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്, 9 ആണ് വരുന്നത്. അടുത്ത ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, 9ന്റെ കേസിൽ 2 നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സൈക്ലിസിറ്റി എത്രയാണ്, 2 ആണ്. 9 raised to 1 വരുമ്പോൾ 9 ആണ് വരുന്നത്. 9 raised to 2 വരുമ്പോൾ 1 ആണ് വരുന്നത്. 9 raised to 3 വരുമ്പോൾ 9 ആണ് വരുന്നത്. 9 raised to 4 വരുമ്പോൾ 1 ആണ് വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 9ന്റെ പവറിൽ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ 9ഉം 9ന്റെ പവറിൽ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്, 1ഉമാണ്. സിമ്പിൾ ആണ്. നോട്ട് ചെയ്തോ, കണ്ടല്ലോ. നമ്മൾ എന്താണ് 9ന്റെ പവേഴ്സ് എഴുതി നോക്കി. ഇത്രയാണ് 9 raised to 1 9 ആണ്. 9 raised to 2 81 ആണ്. 9 raised to 3 വരുമ്പോൾ 81 into 9 യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്, 9 തന്നെയാണ്. 729 ആണ് 9 raised to 3 വരുന്നത്. 729 വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 9 വരും. അടുത്തത് 9 raised to 4 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്ര തന്നെ വരും, 1 വരും. വീണ്ടും 9 1 9 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, 9 raised to 1 വരുമ്പോൾ 9, 9 raised to 2 വരുമ്പോൾ 1, 9 raised to 3 വരുമ്പോൾ 9, 9 raised to 4 വരുമ്പോൾ 1, 9 raised to 5 വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 9, 9 raised to 6 വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1. ഇപ്പൊ 9ന്റെ പവറിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, നോട്ട് ചെയ്ത് വെച്ചോണം, 9ന്റെ പവറിൽ ഓഡ് നമ്പർ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും, 9 വരും. 9ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് കിടക്കുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും, 1 വരും. അപ്പൊ ഇവിടെ എന്താണ്, 69, 9 അല്ലേ യൂണിറ്റ് ഡിജിറ്റ് കിടക്കുന്നത്. അപ്പൊ 9ന്റെ പവർ എത്രയാണ് വന്നിരിക്കുന്നത്, 175 ആണ്. ഓഡ് നമ്പർ ആണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും, യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. മറക്കരുത്, 9ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 9ഉം, 9ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1ഉം ആയിരിക്കും. മറക്കരുത്. ഓ, ഈ ക്വസ്റ്റ്യൻ തെറ്റി. 9ന്റെ പവർ 175 ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം 1 അല്ല, എത്രയാണ്, 9 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പം 9ന്റെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ 9 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം എത്രയാണ്, ഓപ്ഷൻ സി 9 ആണ്. മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓഡ് ഡിവൈസർ ഓഫ് 900 900. 900 900 എന്ന നമ്പറിന്റെ ഓഡ് ഡിവൈസേഴ്സ് എന്താണ്, ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുകയാണ്, 900 900 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ എക്സ് ആണ് എന്ത്, ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പം 900 900ന്റെ ഓഡ് ഡിവൈസേഴ്സ്, നമ്പർ ഓഫ് ഓഡ് ഡിവൈസേഴ്സ്, ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, ആ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും. ഓഡ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡ് ഫാക്ടർ തന്നെയാണ്. നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പാർട്ടിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 900 900 എന്ന നമ്പറിന്റെ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആര് കണ്ടുപിടിക്കണം, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ചെയ്യണം. മറക്കരുത്, കഴിഞ്ഞ പാർട്ടിൽ പഠിപ്പിച്ചതാണ്, എളുപ്പമുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഭാഗം കൂടിയാണ് എന്ത്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഇതിന്റെ ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഓഡ് ഫാക്ടേഴ്സ് മാത്രമാക്കണ്ട, ഓഡ് ഫാക്ടേഴ്സും ഈവൻ ഫാക്ടേഴ്സും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സും കണ്ടുപിടിക്കുക. ഉത്തരം താഴെ കമന്റ് ചെയ്യുക. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 78 raised to 79. നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു ചോദ്യമാണ് 78 raised to 79. നമ്മൾ എന്ത് ചെയ്യണം,
8ന്റെ നമുക്ക് സൈക്ലിസിറ്റി ഒന്ന് ചെക്ക് ചെയ്താലോ. 8 raised to 1 എത്രയാണ്? 8 raised to 1 8 ആണ്. 8 സ്ക്വയർ എത്രയാണ്? 64 വരും. 8 raised to 3 എത്ര വരും? 512 വരും. അടുത്ത എത്ര വരും? 8 raised to 3 512 വരും. 8 raised to 4 എത്ര വരും? യൂണിറ്റ് ഡിജിറ്റ് മാത്രം നമുക്ക് എടുത്താൽ മതി. ആദ്യത്തെ 8 വരും, രണ്ടാമത്തെ 4 വരും, അടുത്തത് 2 വരും. അപ്പൊ ഇവിടെ ഒരു 8 കൊണ്ടോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്തതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 6 വരും. വീണ്ടും ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? വീണ്ടും 8 വരും. പിന്നെ എത്ര വരും? 4 വരും, 2 വരും, 6 വരും. എന്താണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമല്ലേ. അപ്പം 1 2 3 4 അത് കഴിഞ്ഞ് വീണ്ടും 1 2 3 4 റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പം സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ്. അപ്പം 8ന്റെ വരുമ്പോഴും എത്രയാണ്? സൈക്ലിസിറ്റി 4 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 8 raised to 79 എന്ന് തന്നെ എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 79നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 79നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? എൻഡർ 3 ആണ് വരുന്നത്. 79നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 76 വരെയല്ലേ വരുന്നത്. 4 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 76 ആണ്. റിമൈൻഡർ എത്ര വരും? 3 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 8 raised to 3 എടുക്കുക. 8 raised to 3 എത്രയാണ്? 512 അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 2 ആണ് ഉത്തരം. Find the unit digit in the given product 4211 raised to 102 into 361 raised to 52. നിങ്ങൾ ഈ വലിയ എക്സ്പ്രഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് വളരെ എളുപ്പമാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ അകത്തെയും യൂണിറ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടുത്തെ എന്താണ് വന്നിരിക്കുന്നത്? 4211 raised to 102. 4211 raised to 102. ഇപ്പൊ എന്താണ്? നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ്? 1 ആണ് യൂണിറ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത്. 1ന്റെ പവറിൽ ഏത് നമ്പർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അടുത്ത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കി. 361 raised to 52. അവിടെയും യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 1ന്റെ പവറിൽ ഏത് വന്നാലും യൂണിറ്റ് ഡിജിറ്റ് എത്ര തന്നെ വരും? 1 വരും. അപ്പൊ 1 into 1 എത്രയാണ്? 1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് ഇവിടുത്തെ? ഓപ്ഷൻ ബി 1 ആണ്. അപ്പം ഈ ഒരു എക്സ്പ്രഷന്റെ 4211 raised to 102 into 361 raised to 52ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ബി 1 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. If k is a natural number, then 5k square minus 5k is always divisible by dash. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ്, 1-2 നമ്പേഴ്സ് എന്ത് ചെയ്യുക? അങ്ങോട്ട് ആ കെയുടെ വാല്യൂയിൽ 1-2 നമ്പേഴ്സ് എന്ത് ചെയ്യുക? അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പൊ കെയ്ക്ക് നമുക്ക് 1 കൊടുക്കാം. കെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ കെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പൊ 5 into 1 എത്രയാണ്? 5 മൈനസ് 5 into 1 എത്രയാണ്? 5. എത്ര വരും ആൻസർ? 0 വരും ആൻസർ. ഇനി നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? 2 കൊടുത്ത് നോക്കാം. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ എത്രയാണ്? കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആവും. 2 സ്ക്വയർ 4 ആണ്. 5 into 4 എത്രയാണ്? 5 into 4 20 ആണ്. അടുത്ത എത്രയാണ്? 5 into 2 ആണ്. നമുക്ക് കെയ്ക്ക് 2 അല്ലേ കൊടുക്കുന്നത്. 5 into 2 എത്രയാണ്? 10 ആണ്. 20 minus 10 എത്രയാണ് വരുന്നത്? 10 വരും. അതിനെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ കൊടുത്ത് നോക്കാം. കെയ്ക്ക് നമ്മൾ 3 കൊടുത്തു. കെയ്ക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ എത്രയാണ് വരുന്നത്? 9 ആണ്. 9 into 5 എത്ര വരും? 45 വരും. 45 minus 5 into 3 എത്രയാണ്? 15 ആണ്. 45 minus 15 എത്രയാണ് വരുന്നത്? 30 ആണ് വരുന്നത്. ഒരു നമ്പറോടെ ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കാം. എത്രയാണ്? 4 കൊടുക്കുന്നു. 4 കൊടുക്കുമ്പോൾ എന്ത് വരും? 16 വരും. 16 into 5 എത്രയാണ്? 80 ആണ്. 80 മൈനസ് നമ്മൾ എന്താണ്? 4 into 5 എത്രയാണ്? 20 ആണ്. ആൻസർ എത്ര വരും? 60 വരും. നമുക്ക് എന്ത് കിട്ടി? 10 30 60. ഈ 3 നമ്പേഴ്സിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 5 and 10 both. അപ്പം 5k square minus 5k is always divisible by എത്രയാണ്? 5 and 10 both ആണ്. നമ്മൾ എന്ത് ചെയ്യുക? 1-2 നമ്പേഴ്സ്, 1-2 വാല്യൂസ് ഇതുപോലെ ഇട്ട് കൊടുത്ത് നോക്കുക. നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഈസി ആയിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളെ എക്സ്പ്രഷൻ കണ്ടോ? 5k square minus 5k. അവിടെ നമ്മൾ എന്ത് ചെയ്യും? 5 കോമൺ ആയിട്ട് എടുക്കും. എന്ത് വരും? k square minus k വരും. ഇനി k square minus kക്ക് നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്താണ്? 1 ഇട്ട് കൊടുത്തു. 1 square minus 1 0. 2 കൊടുത്തു. 4 minus 2 എത്രയാണ്? 2 ആണ് വരുന്നത്. ഇനി 3 കൊടുത്തു. എത്രയാണ്? 9 minus 3 എത്ര വരും? 6 വരും. ഇപ്പൊ നമ്മൾ ഏത് നമ്പർ അവിടെ ഇട്ട് കൊടുത്താലും, കെയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അവിടെ എന്തേ വരൂ? ഒരു ഈവൻ നമ്പറേ വരൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എന്താണ്?
നമ്മളൊരു ഓഡ് നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ തന്നെ വരും. കാരണം എന്താണ്? നമ്മളൊന്ന് ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. 1ന്റെ സ്ക്വയർ 1 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. ഇനി 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. 9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. അപ്പൊ അതായത് ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും വരുന്നത്? ഒരു ഓഡ് നമ്പറേ വരികയുള്ളൂ. അപ്പം കെയുടെ സ്ഥാനത്ത് നമ്മൾ ഒരു ഓഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കെ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? ഒരു ഓഡ് നമ്പർ വരും. ഇനി ഒരു ഓഡ് നമ്പറിൽ നിന്ന് ഒരു ഓഡ് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് എപ്പോഴും എത്രയാണ് കിട്ടുന്നത്? ഒരു ഈവൻ നമ്പറേ കിട്ടൂ. ഒരു ഓഡ് നമ്പറിൽ നിന്ന് ഒരു ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുന്നത്. ഓർത്തിരുന്നോണം. ഓഡ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഓഡ് നമ്പറിൽ നിന്ന് ഒരു ഓഡ് നമ്പർ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെ ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. ഒരു ഈവൻ നമ്പറിൽ നിന്ന് ഒരു ഈവൻ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പം കെയ്ക്ക് അവിടെ നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും കെ സ്ക്വയർ മൈനസ് കെ എന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ 5 കൊണ്ട് ഒരു ഈവൻ നമ്പർ കൊണ്ട്, അപ്പൊ ഈവൻ നമ്പർ ഏതായാലും 2 ആയാലും 2 ആയാലും 4 ആയാലും 6 ആയാലും എന്ത് തന്നെ വന്നാലും, ഈവൻ നമ്പർ ഏത് തന്നെ വന്നാലും 5 ഇൻറ്റു ഒരു ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 5ന്റെ കൂടെ ഏത് ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാലും ആ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏത് വരും? ഓപ്ഷൻ എ, 5 ആൻഡ് 10 ബോത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് തോന്നുന്നു ആദ്യത്തേതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ 1-2 നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് ഉത്തരം അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The largest 4-digit number that leaves the same remainder when divided by 2, 3, 4 and 5 is dash. എന്താണ്? നമ്മൾ ആദ്യം ചെയ്ത ഡിവിസിബിലിറ്റി റൂൾ ഒക്കെ വെച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? ലാർജസ്റ്റ് 4-digit number that leaves the same remainder when divided by 2, 3, 4 and 5 is dash. ഇപ്പൊ എന്താണ് പറയുന്നത്? 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ വരണം. താഴെ പറയുന്നതിൽ ഏത് നമ്പർ ആണ് അതെന്നാണ്. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 5, 4, 3, 2. ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റിമൈൻഡർ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? റിമൈൻഡർ 0 വരാം. റിമൈൻഡർ 0 വന്നാൽ എന്താണ്? സെയിം റിമൈൻഡർ അല്ലേ? ഇപ്പൊ എന്താണ്? 5 കൊണ്ടും 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്? നമുക്ക് ആ റിമൈൻഡർ എല്ലായിടത്തും സെയിം അല്ലേ വരുന്നത്? 0 എല്ലായിടത്തും 0 വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. റിമൈൻഡർ 0 ആണ് വരുന്നത്. പിന്നെ വരാൻ പറ്റുന്ന ഒരു റിമൈൻഡർ ആണ് ഏത്? 1 എന്ന് പറയുന്നത്. അപ്പം എന്താണ്? 5 കൊണ്ടും 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എല്ലാം, അതായത് താഴെ തന്നിട്ടുള്ള ഒരു നമ്പറിനെ ഈ 5, 4, 3, 2 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വേണമെങ്കിലും വരാം. എന്താണ്? അതും പോസിബിൾ ആണ്. ഇനി റിമൈൻഡർ 2 വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ഒരു നമ്പർ എന്താണ്? 2 ആണ്. നമ്മൾ ആ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം വരുന്ന റിമൈൻഡർ ഏതാണ്? 1 ആണ്. റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ റിമൈൻഡർ എത്ര ആവും? സ്വാഭാവികമായിട്ടും എന്താവും? 0 ആകും. അപ്പൊ നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് റിമൈൻഡേഴ്സേ ഉള്ളൂ. ഏതാണ്? ഒന്ന് 0 ആണ്, ഒന്ന് 1 ആണ്. അത് നമുക്ക് ആദ്യം ഓരോരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. കാരണം എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. എന്താണ്? 9, 9, 18, 18 6, 24 ആണ് വന്നിരിക്കുന്നത്. 24 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിക്കേ. 60 ആണ് വന്നിരിക്കുന്നത്. 60 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ആ നമ്പറിനെ 4 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇനി 5 കൊണ്ട് നോക്കിക്കേ. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ എ 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 4 നമ്പർ കൊണ്ടും ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 0 ആണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ ബി നോക്കാം. നമുക്ക് ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബി നോക്കുമ്പോൾ എത്രയാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് അവിടെ റിമൈൻഡർ വരാൻ സാധ്യത? ലാസ്റ്റ് 8 ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 9 വരുമ്പോൾ എത്രയാണ്? റിമൈൻഡർ 1 വരും. ഇനി 3 കൊണ്ട് അവിടെ എത്രയാണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ? സം വരുമ്പോൾ എത്രയാണ്? എല്ലാം 9 അല്ലേ വന്നിരിക്കുന്നത്. എന്തായാലും എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ 0 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പൊ അതെന്താണ്? പോസിബിൾ അല്ല. ഇനി അടുത്ത നമ്പർ നോക്കിയാൽ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 1 ആണ് റിമൈൻഡർ വരുന്നത്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? സം നോക്കി. 9, 18, 27, 34. 34 ആണ് വരുന്നത്. അപ്പം അടുത്തത് വരണമെങ്കിൽ എത്ര വരും? 3യുടെ മൾട്ടിപ്പിൾ അടുത്തത് വരണമെങ്കിൽ 36 വരണം. റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയാണ് റിമൈൻഡർ അവിടെ വന്നത്? 2 ആണ് റിമൈൻഡർ വരുന്നത്. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പം എന്താണ്? ആ ഓപ്ഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല.
ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ 9961. അവിടെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 9960 ആണെങ്കിൽ 2 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 1 കൂടെ വരുമ്പോൾ റിമൈൻഡർ എത്ര ആയി? 1 ആയി. 996നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് 996 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആയി. 24 ഒന്നും 25 ആയി. അപ്പം 3യുടെ മൾട്ടിപ്പിളിന്റെ കൂടെ ഒന്നുകൂടെ കൂടി. അപ്പം 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് 60 ആണ് വരുന്നെങ്കിൽ 4 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 61 ആയതുകൊണ്ട് റിമൈൻഡർ എത്ര വരും? 1 വരും. ഇനി 5 എടുത്താലും എന്താണ്? 60 ആണെങ്കിൽ ലാസ്റ്റ് ആ ഒരു 0 ആയിരുന്നെങ്കിൽ എത്രയാണ്? 5 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 1 ആയപ്പോൾ എത്രയായി? റിമൈൻഡർ 1 ആയി. അപ്പം എന്താണ്? ഈ ഒരു ഓപ്ഷനും എന്താണ്? നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം 5 കൊണ്ടും 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണ്. റിമൈൻഡർ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പം ഈ രണ്ട് ഓപ്ഷൻസും എയും ഡിയും നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 9960 ആണോ ലാർജസ്റ്റ്? 9961 ആണോ ലാർജസ്റ്റ്? 9961 ആണ് ലാർജസ്റ്റ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 9961 ആണ്. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കണം. എന്താണ് നമ്മളിപ്പം ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയെന്ന് വെച്ച് നമ്മൾ അത് ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ബാക്കിയും കൂടെ ചെയ്ത് നോക്കുക. കണ്ടോ, നമുക്ക് രണ്ട് ഓപ്ഷൻസിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതിൽ ലാർജസ്റ്റ് ഏതാണ്? ഓപ്ഷൻ ഡി 9961 ആണ്. അപ്പൊ അതാണ് എന്ത് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യമല്ല. അപ്പം നമ്മൾ ആദ്യം ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ടിരുന്നു. എന്താണ്? ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെയും ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സിന്റെയും അത് കഴിഞ്ഞ് 26 to 50 ഓഡ് നമ്പേഴ്സിന്റെയും സമ്മിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് എന്തായത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, കാണാതെ പഠിക്കുക. നോക്കിക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക സമ്മിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. നമ്മളോട് പറയുകയാണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ. അതായത് അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് തുക കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ n എത്രയാണ്? 10 അല്ലേ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ n എത്രയാണ് അവിടെ? 10 ആണ്. 10 ഇൻറ്റു 10 പ്ലസ് 1 എത്രയാണ്? 11/2. എത്ര കിട്ടും? 10 ഇൻറ്റു 11/2 എത്രയാണ്? 55 ആണ്. അപ്പൊ എത്രയാണ്? 1 മുതൽ 10 വരെ നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് തുക കിട്ടുന്നത്? 55 ആണ്. ഇനി എത്രയാണ്? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 20 ഇൻറ്റു എന്നിന്റെ വാല്യൂ അപ്പൊ അവിടെ 20 ആയില്ലേ? 20 ഇൻറ്റു 21/2. 30 ആയാൽ 30 ഇൻറ്റു 31/2. ഇനി ആദ്യത്തെ 35 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 35 ഇൻറ്റു 36/2. ഇത് എന്താണ്? ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോണം, പഠിച്ചോണം. ഇനി സം ഓഫ് ദ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2, 4, 6, 8. എപ്പോഴും ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് എന്നുള്ള പോയിന്റ് ശ്രദ്ധിച്ചോണം. അതായത് ആദ്യത്തെ n. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പം 6, 8, 10, 12, 14, 16, 18, 20 ഇതിന്റെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉത്തരം തെറ്റും. കാരണം എന്താണ്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ്? ആദ്യത്തെ n ആണ്. ഫസ്റ്റ് n എന്ന് പറഞ്ഞാൽ 2ൽ തുടങ്ങണം. ആദ്യത്തെ ഈവൻ നമ്പർ ഏതാണ്? 2 ആണ്. അപ്പം 2 മുതൽ തുടങ്ങി കൺസിക്യൂട്ടീവ് ആയിട്ട് പോയാൽ മാത്രമേ എന്താണ് ഈ ഇക്വേഷൻ വർക്ക് ആവുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്നതിൽ /2 ഉണ്ടായിരുന്നു. അത് ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ്? ആ /2 നമ്മൾ കളഞ്ഞേക്കുക. n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇപ്പൊ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് എഴുതും? 5 അല്ലേ അവിടെ n വന്നിരിക്കുന്നത്? 5 ഇൻറ്റു 5 പ്ലസ് 1 6. എത്രയാണ്? 30 ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇരട്ട സംഖ്യകൾ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? ഒറ്റ സംഖ്യകൾ. ആദ്യത്തെ n ഒറ്റ സംഖ്യകൾ. അതായത് 1ൽ തുടങ്ങി 1, 3, 5, 7 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് അതായത് ഒരു സ്പെസിഫിക് നമ്പർ നമുക്ക് തന്നു. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? n സ്ക്വയർ ആണ് എന്ത് അവിടെ വരുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ആ തുകയുടെ ഇക്വേഷൻ എത്രയാണ്? n സ്ക്വയർ അല്ലെങ്കിൽ n⁻². ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര വരും? 30ന്റെ സ്ക്വയർ എത്രയാണ്? 900 ആണ്. അപ്പം 25 ആണെങ്കിൽ എത്ര വരും? 25ന്റെ സ്ക്വയർ 625 ആണ്. നിങ്ങൾ ഈ സ്ക്വയർ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സും ഒക്കെ 25 വരെയെങ്കിലും എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. അത് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ വളരെ സഹായകരമായിരിക്കും. ഈ സ്ക്വയറും ക്യൂബും ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 25 വരെയെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം
1 സ്ക്വയർ പ്ലസ് നമ്മൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 അത് പറഞ്ഞു n ഇൻറ്റു n പ്ലസ് 1/2. ഇനി അതേ സമയത്ത് എന്താണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോവുകയാണ്. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ് വന്നിരിക്കുന്നത്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ. ഇതിന്റെ സമ്മ് എത്രയാണ് നമ്മളോട് ചോദിക്കുകയാണ്. എങ്ങനെ എഴുതും? 1 തൊട്ട് 10 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം n എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. 10 ഇൻറ്റു 10 പ്ലസ് 1 11 ഇൻറ്റു 2n പ്ലസ് 1 2 ഇൻറ്റു 10 20 20 പ്ലസ് 1 21. അപ്പം 10 ഇൻറ്റു 11 ഇൻറ്റു 21/6 ആണ് എന്ത് അവിടുത്തെ സമ്മ് വരുന്നത്. മറക്കരുത്, നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതേപോലെ എന്താണ് ക്യൂബുകളുടെ തുകയാണെങ്കിൽ, അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ എത്രയാണ്? n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 4. എത്രയാണ്? n സ്ക്വയർ, അതായത് എത്രയാണോ നമ്പർ ഓഫ് ടേംസ് അതിന്റെ സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ എന്നിന്റെ തൊട്ടടുത്ത സംഖ്യയുടെ സ്ക്വയർ ബൈ എത്രയാണ്? 4 ആണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ തുക കിട്ടും. ഇനി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP നമ്മളൊരു ചോദ്യം ചെയ്തതാണ്. ഇനി APയുടെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എത്രയാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് എന്ത്? സം ഓഫ് ദ n ടേംസ് ഓഫ് ആൻ AP. അവിടെ n ഉണ്ട്. സം ഓഫ് ദ n ടേംസ് ഓഫ് ആൻ AP. APയുടെ n നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. n എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. a എന്താണ്? ഫസ്റ്റ് ടേം ആണ്, ആദ്യത്തെ പദമാണ് എന്ത്? a എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്, അതായത് തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ്, വ്യത്യാസമാണ്. പൊതുവ്യത്യാസത്തെയാണ് എന്ത്? d കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചെന്താണ്? മറന്നു പോകരുത്. അതുപോലെ എന്താണ്? റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. മറക്കരുത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ പലതും എന്താണ്? ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസ് വെച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളപ്പം കുറെ ഇക്വേഷൻസ് ഇപ്പൊ പഠിച്ചു. നമുക്ക് ഇനി ഈ ഒരു ചോദ്യം നമ്മൾ മാറ്റിവെച്ച ഈ ഒരു ചോദ്യം ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ടു ദ നെക്സ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 25 ഒറ്റ സംഖ്യകൾ, അതായത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും അതുപോലെ തന്നെ ഫസ്റ്റ് നെക്സ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പർ. അതായത് 1 മുതൽ 25 വരെയാണ് ആദ്യത്തെ n വരുന്നത്. അടുത്ത എത്ര വരും? അടുത്തത് 26 to 50 വരും. 26 എന്ന് പറയുന്നത് നമ്പർ അല്ല, അതിന്റെ n ആണ്. നമ്പർ ഓഫ് ടേംസിന്റെ നമ്പർ ആണ് എന്ത്? ഈ 26 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കുന്നത്, സം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എത്രയാണ്? n സ്ക്വയർ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു. എത്രയാണ്? n സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 25, അതായത് ഫസ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാം, സം കണ്ടുപിടിക്കാം. എത്ര വരും? 25 സ്ക്വയർ. എത്രയാണ് 25 സ്ക്വയർ എന്ന് പറയുന്നത്? 625 ആണ്. നിങ്ങൾ 25 വരെ ഉള്ളതിന്റെയെങ്കിലും, മിനിമം ഒരു 25 വരെ ഉള്ളതിന്റെയെങ്കിലും സ്ക്വയർ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സും കാണാതെ പഠിക്കുന്നത് എന്താണ്? വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം 25ന്റെ സ്ക്വയർ 625. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് 25 ആണ്. അതായത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 to 50 വരും. നമ്പർ ഓഫ് ടൈംസ് എത്രയാണ്? 26 to 50 ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾ അതിനുവേണ്ടി കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 1 to 50 കണ്ടുപിടിക്കണം. 1 to 50, അതായത് നമുക്ക് 25 to 50 കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇക്വേഷൻ എവിടെ ആപ്ലിക്കബിൾ ആകൂ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമേ എന്താകൂ? ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമേ എന്താണ് ഈ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആകൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 1 to 50 വരെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക. അത് എത്ര വരും? 50 സ്ക്വയർ വരും. 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25, പിന്നെന്താണ് 2 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 2500 ആണത് ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുകയുണ്ട്. അപ്പം 50 ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്നും 25 ഒറ്റ സംഖ്യകളുടെ തുക കുറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 25 ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടില്ലേ? അപ്പൊ എത്രയാണ്? 2500 മൈനസ് 625 എത്ര കിട്ടും? 5 വരും, 7 വരും, 1875 എന്ന് വരും. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക 625 ഈസ്റ്റു 1875. എന്താണ്? 25 കൊണ്ട് കട്ട് ചെയ്യാം. എത്ര വരും? 25 വരും. 187 25 എത്ര തവണയുണ്ട്?
100, 4 7 തവണ വരും. എത്രയാണ്? 175 വരും. 175ഉം 12 ബാക്കി റിമൈൻഡർ വരും. 12ന്റെ കൂടെ 5 കൂടെ വരുമ്പോൾ 125 ആവും. എത്ര വരും? 75 വരും. വീണ്ടും ഒരു 25 കൊണ്ട് കട്ട് ചെയ്യാം. 1:3 വരും. അപ്പൊ എത്രയാണ് നമ്മുടെ ഉത്തരം വരുന്നത്? 1:3 ഓപ്ഷൻ ഇ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ഫസ്റ്റ് 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചു. 625 കിട്ടി. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് 25 നാച്ചുറൽ നമ്പേഴ്സിന്റെയാണ്. അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചു. അതിനുശേഷം ഫസ്റ്റ് 50യിൽ നിന്നും ഫസ്റ്റ് 25 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 25ന് ശേഷമുള്ള 25 നമ്പേഴ്സിന്റെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കിട്ടും. അത് തമ്മിൽ കുറച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 21600 ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? അപ്പൊ നമ്മള് ഫാക്ടേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. അതുപോലെ ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇനി ഈ ഫാക്ടേഴ്സിലെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 21600 എന്ന നമ്പർ, അതായത് 21600 എന്ന നമ്പറിലെ ഫാക്ടേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്, എത്ര ഫാക്ടേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നമുക്ക് എന്താണ്? ഈ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 21600 പ്രൈം ഫാക്ടറൈസ് നമുക്ക് ചെയ്യാം. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 2 വെച്ച് ചെയ്യാം. 1 വരും, 0 വരും, 8 വരും, 0 0. വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് 2 വെച്ച് ചെയ്യാം. 5 4 0 0. 2 വെച്ച് ചെയ്യാം. 2 7 0 0. 3 ചെയ്യാം. 9 0 0. 3 ചെയ്യാം. എന്താ വരും? 100 വരും. 2 ചെയ്യാം. 50 വരും. എന്ത് ചെയ്യാം? 2 ചെയ്യാം. എന്ത് വരും? 25 വരും. അതിന്റെ ബാക്കി ഞാൻ ഇവിടേക്ക് എഴുതുകയാണ്, അവിടെ സ്ഥലം തികയാത്തതുകൊണ്ട്. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 വരും. 5 കൊണ്ട് ചെയ്യാം. എന്ത് വരും? 1 വരും. കഴിഞ്ഞു. നോക്കിയേ, 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. എന്ത് ചെയ്യാം? നമുക്ക് 2⁵5 into 3 എത്ര എണ്ണം ഉണ്ട്? 1 2. എന്താണ്? 3⁵2 into 5 എത്ര എണ്ണം ഉണ്ട്? 1 2. 5⁵2. നോക്കിയേ ശരിയാണോ? എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. 5 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 1 2 3 4 5 ഉണ്ട്. 3 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ എല്ലാം പവറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പവറിന്റെ കൂടെ 1 ആഡ് ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാത്തിന്റെയും പവറിനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഫസ്റ്റ് 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് എത്ര കിട്ടും? റിമൈൻഡർ വിട്ടേക്കുക. കോഷ്യന്റ് എത്ര കിട്ടും? 5/2. കോഷ്യന്റ് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ 2 + 1 എത്രയാണ്? 3 into അടുത്ത പവറായ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ആ 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. എന്ത് വരും? 2 വരും. ഇനിയും അടുത്ത 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. ആ 1നെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 3 into 6. 6 into 2 12 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 12 ആണ്. അപ്പം പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അത് അറേഞ്ച് ചെയ്ത് എഴുതുക. അറേഞ്ച് ചെയ്തതിനു ശേഷം ഓരോ പവേഴ്സിന്റെയും എന്ത് ചെയ്യുക? ഓരോ പവേഴ്സിനെയും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് പവർ ഏതായിരുന്നു? 2ന്റെ പവർ 5 ആയിരുന്നു. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് എത്രയാണ്? 2 ആണ്. ആ 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അടുത്ത പവർ ഏതാണ് വരുന്നത്? 2 ആണ് വരുന്നത്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. 1 + 1 എത്രയാണ്? 2 ആണ്. അടുത്ത പവർ എന്ത് തന്നെയാണ്? 2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. 1ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് വരും? 2 വരും. അത് തമ്മിലെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. ഇനി ആ 5ന്റെ സ്ഥാനത്ത് 5ന്റെ പവറിന്റെ അവിടെ 2ന് പകരം 3 ആയിരുന്നിരിക്കട്ടെ. എന്ത് ചെയ്തേ നമ്മള്? 3/2. കോഷ്യന്റ് എത്രയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. 1 + 1 2 തന്നെയാണ് വരുന്നത്. അപ്പൊ 5ന്റെ പവറിന്റെ അവിടെ 3 ആയിരുന്നെങ്കിലും ഈ റിസൾട്ടിന് വലിയ മാറ്റം വരുമോ? ഇല്ല. കാരണം എത്രയാണ്? 3 into 2 into 2 തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ വരും. അപ്പം 12 പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ടോട്ടൽ ഫാക്ടേഴ്സ് പഠിച്ചു. ഈവൻ ഫാക്ടേഴ്സ് പഠിച്ചു. ഓഡ് ഫാക്ടേഴ്സ് പഠിച്ചു. ഇതായിപ്പം പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് എന്താണ്? സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എല്ലാ ഷിഫ്റ്റിലും ഈ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട്
അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്താണ് നിങ്ങൾ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞതോടുകൂടി നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ച് തന്നെ നല്ലപോലെ റിവൈസ് ചെയ്ത് തന്നെ പോവുക. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 55 റൈസ് ടു 100 പ്ലസ് 55 റൈസ് ടു 101 പ്ലസ് 55 റൈസ് ടു 102. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈം നമ്പർ ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് എക്സ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്. 55 റൈസ് ടു 100 പ്ലസ് 55 റൈസ് ടു 101 പ്ലസ് 55 റൈസ് ടു 102. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈം നമ്പർ ഈസ്, അത് താഴെ തന്നിരിക്കുന്ന പ്രൈം നമ്പറിൽ ഏതാണ് ആ ഒരു എക്സ്പ്രഷന്റെ ഫാക്ടർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഒരു എക്സ്പ്രഷനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു എക്സ്പ്രഷനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും? നോക്കി ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 55 റൈസ് ടു 100 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്താണ് 55 റൈസ് ടു 100 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. അതിനുശേഷം ബാക്കി എത്ര വരും? 55 റൈസ് ടു 100 നിന്ന് 55 റൈസ് ടു 100 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ബാക്കി 1 വരും. 55 റൈസ് ടു 101 നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബാക്കി എത്ര വരും? എത്രയാണ് വരുന്നത്? 55 റൈസ് ടു 1 വരും. അപ്പൊ എത്രയാണ് 55 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 55 തന്നെയാണ്. അടുപ്പം 55 റൈസ് ടു 102 നിന്ന് നമ്മൾ 55 റൈസ് ടു 100 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എത്ര വരും? 55 റൈസ് ടു 2 വരും. 55 റൈസ് ടു 2 എത്രയാണ്? നമുക്ക് ചെയ്ത് നോക്കാം. 55 റൈസ് ടു 2 എന്ന് പറയുന്നത് 55 ഇൻറ്റു 55 ആണ്. എത്ര വരും? 5 ഇൻറ്റു 5 25, റിമൈൻഡർ 2 വരും. 27, 25 2 27 എത്ര വരും? 5 2 0 3 3025. എത്രയാണ്? 3025. എന്താണ് ഇങ്ങനെ നമുക്ക് ആ എക്സ്പ്രഷൻ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതിനുശേഷം എന്താണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 55 റൈസ് ടു 100 പ്ലസ്, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 55 25 കൂടെ വരുമ്പോൾ എത്രയാവും? അത് 80 ആവും. അപ്പൊ പിന്നെ ഈ 1 കൂടെ വരുമ്പോൾ എത്രയാവും? അത് ഇൻറ്റു ആണേ, പ്ലസ് അല്ലേ, ഇൻറ്റു 3081. ഇങ്ങനെ കിട്ടി നമുക്ക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് നോക്കിക്കേ, ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് 11 എടുക്കാം. അത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് 55 റൈസ് ടു 100നെ 11 വെച്ച് കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് 55 എന്ന് പറയുന്നത് 55ന്റെ ഒരു ഫാക്ടർ ആണ് എന്ത് 11 എന്ന് പറയുന്നത്. 11 ഇൻറ്റു 5 55 അല്ലേ. അപ്പൊ 55 റൈസ് ടു 100നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പൊ എന്താണ് 55 റൈസ് ടു 100 ഇൻറ്റു 3081നെ നമുക്ക് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് 11 അല്ല ഇവിടുത്തെ ഉത്തരം. ഇനി നമ്മൾ ആ 3081 നോക്കി. 8 പ്ലസ് 3 11, 11 പ്ലസ് 1 12 ആണ്. 12 കിട്ടിയെങ്കിൽ എന്താണത്? 12 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ എന്താണ് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് 3യുടെയും മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 3 അവിടെ ഉത്തരമായിട്ട് വരില്ല. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 71 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. 381നെ 3081നെ 71. അപ്പം 71 ഇൻറ്റു 4 എത്രയാണ് വരുന്നത്? 71 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 284 വരും. 284 വരും. 4 2 ഓക്കെ 241. അപ്പം 71 ഇൻറ്റു 3 വരുമ്പോൾ എത്രയാണ് വരുന്നത്? 71 ഇൻറ്റു 4 284 ആണ് വരുന്നത്. അപ്പം 71 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 3 213 ആണ് വരുന്നത്. അപ്പൊ എന്താണ് 71 കൊണ്ട് 381നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 55 റൈസ് ടു 100നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് പറയാം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി നമുക്ക് 79 എന്ന് നോക്കാം. 3081 divided by 79. ഓക്കെ 79 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 79 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര വരും? 27ന്റെ 7 വരും. റിമൈൻഡർ എത്രയാണ്? 2 വരും. 23 1 വരും. ഓക്കെ 711 എന്താണ് നമുക്ക് നോക്കാം. 711 വരണമെങ്കിൽ 79 ഇൻറ്റു 9 നോക്കാം. 9 ഇൻറ്റു 9 81 അല്ലേ. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ആണ്. യൂണിറ്റ് ഡിജിറ്റിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കണ്ടോ? നമുക്ക് ലാസ്റ്റില് 1 വന്നു. അപ്പൊ 1 കൊണ്ട് എന്തെങ്കിലും വരുന്ന ഏതെങ്കിലും നമ്പർ 79ന്റെ ടേബിളിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഈ 9ന്റെ കൂടെ ഏത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 വരും. 9 ഇൻറ്റു 9 81. ലാസ്റ്റ് 1 അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലേ. എന്താണ് നമുക്ക് കറക്റ്റ് 9 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്ര വരും? 9 ഇൻറ്റു 9 81ന്റെ 1, റിമൈൻഡർ 8. 9 ഇൻറ്റു 7 63. 63 പ്ലസ് 8 എത്രയാണ്?
71. കറക്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ എന്താണ് 79 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് 79 അല്ല. അപ്പം ഏതാണ് ഓപ്ഷൻ എ 71 ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു 55 കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വന്നത് എത്രയാണ് 1 പ്ലസ് 55 പ്ലസ് 55 ആണ് വന്നത്. നമ്മൾ അതിനെല്ലാം എക്സ്പാൻഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് 55 ഇൻറ്റു 3081 എന്ന് കിട്ടി. 55നെ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 11 അതിന്റെ ഫാക്ടർ ആയിരിക്കും. ഇനിയും 3081നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കിട്ടി. അതുപോലെ 79 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അത് രണ്ടും അതിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഫാക്ടർ ആയിട്ട് അല്ലാത്ത ഏതാണ് ബാക്കി വരുന്ന ആ 71 എന്നുള്ള ഓപ്ഷൻ ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ടു സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഈച്ച് ഓഫ് ദ ടു ഹാവിംഗ് എക്സാക്ട്ലി 7 ഫാക്ടേഴ്സ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് 7 ഫാക്ടേഴ്സ് വരുന്ന ഏറ്റവും ചെറിയ രണ്ട് സംഖ്യകളുടെ സമ്മ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു. എന്താണ്? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, പവറിന്റെ കൂടെ 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുക. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചിരുന്നത്. അപ്പം സ്മോളസ്റ്റ് നമ്പർ 7 ഫാക്ടേഴ്സ് വരുന്ന രണ്ട് സ്മോളസ്റ്റ് നമ്പറുകളുടെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരികയാണ്. അപ്പൊ എത്രയാണ് 125 എന്നൊരു നമ്പർ തന്നു. 125 നമുക്ക് നോക്കാം. 125 ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണണം. എന്ത് ചെയ്യും? നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. എത്ര വരും? 5 കൊണ്ട് ചെയ്യും. 5 കൊണ്ട് ചെയ്ത് എത്ര വരും? 25 വരും. 5 കൊണ്ട് ചെയ്തു. എത്ര വന്നു? 5 വന്നു. 5 വന്നു. 1 എത്രയാണ് കിട്ടിയത്? 5 raised to 3 എന്ന് കിട്ടി. ഇതാണ് എന്താ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് മൊത്തം? എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? പവർ പ്ലസ് 1 ആണ്. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പം പവർ 3 വന്നു കഴിഞ്ഞാൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. പവർ 4 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 5 ഫാക്ടേഴ്സ് വരും. ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ മാത്രം. അപ്പം 5 raised to 3 ഇൻറ്റു 2 അങ്ങനെ അങ്ങനെ പലതുണ്ടെങ്കിൽ എന്താണ്? എല്ലാത്തിന്റെയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്? ഒറ്റ സംഖ്യയായിട്ട് വരുമ്പോൾ പവർ 3 ആണെങ്കിൽ ഫാക്ടേഴ്സ് എത്രയാണ്? 4 ആണ്. പവർ 5 ആണ് വരുന്നതെങ്കിൽ ഫാക്ടേഴ്സ് എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ 7 ഫാക്ടേഴ്സ് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഏതായിരിക്കും അത്? 2 raised to 6 ആയിരിക്കും. 2 raised to 6ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 plus 1 7 ഫാക്ടേഴ്സ് ഉണ്ട്. 1 raised to 6 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 1 raised to എത്ര വന്നാലും എത്രയാണ് ഉത്തരം വരുന്നത്? 1 ആണ് വരുന്നത്. 1ന് എത്ര ഫാക്ടറേ ഉള്ളൂ? 1 മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഏറ്റവും ചെറിയ സംഖ്യയായി 2 എടുത്തു. 2 raised to 6 എടുത്തു. 2 raised to 6ന് എക്സാക്ട്ലി 7 ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 raised to 6ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 64 ആണ് വരുന്നത്. നോക്കിക്കേ. 2, 4, 8, 16, 32, 64. അങ്ങനെ 64 വന്നു. ഇനി അടുത്ത സ്മോളസ്റ്റ് നമ്പർ ഏതാണ് 7 ഫാക്ടേഴ്സ് ഉള്ളത്? സ്വാഭാവികമായിട്ടും ഏതാണ്? 3 raised to 6 ആണ്. 3 raised to 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 729 ആണ്. നോക്കിക്കേ. 3 into 3 എത്രയാണ്? 9. 9 into 3 27. 27 into 3 81. 81 into 3 243. അടുത്ത 243 into 3 വരുമ്പോൾ 729 ആകും. രണ്ടും കൂടെ കൂട്ടുക. എത്രയാണ്? 13 ന്റെ 3 റിമൈൻഡർ 1. 6 plus 2 8 plus 1 9. അടുത്ത എത്രയാണ്? 793. എത്രയാണ്? ഓപ്ഷൻ സി 793 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എക്സാക്ട്ലി 7 ഫാക്ടേഴ്സ് ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? അത് 2 raised to 6 തന്നെയാണ്. അടുത്ത സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3 raised to 6 ആണ്. രണ്ടിന്റെ കൂടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സം കണ്ടുപിടിച്ചു. നമുക്ക് 793 എന്ന ആൻസർ കിട്ടി. ഇവിടെ ഏതാണത്? ഓപ്ഷൻ സി 793 ആണെന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഓൾ 2-digit നമ്പേഴ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2-digit നമ്പേഴ്സിന്റെ എല്ലാം കൂടെ സ്ക്വയർ എഴുതി നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? n into n plus 1 into 2n plus 1 by 6 ആണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2-digit നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയേഴ്സിന്റെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് 2-digit നമ്പർ ഏതാണ്? അത് 12 ആണ്. അപ്പം 12 സ്ക്വയർ പ്ലസ് അടുത്ത ഏത് വരും? 16 സ്ക്വയർ പ്ലസ് എക്സെട്ര 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 പ്ലസ് ലാസ്റ്റ് ഏതാണ് വരുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2-digit നമ്പർ 96 ആണ്. അപ്പൊ ഇതിന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ സം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്. എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 96 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 96 into n plus 1 97 into 2n plus 1 96 into 2 എത്ര വരും? 180 192 വരും. 192 by 6 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 96 വരെയുള്ള നമ്പേഴ്സ്, അതായത് 1 മുതൽ 96 വരെയുള്ള അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇടയ്ക്ക് 12 കഴിഞ്ഞ് അടുത്തത് വരുന്നേക്കുന്നത് എത്രയാണ്?
16 ആണ് വന്നിരിക്കുന്നത്. എന്താണ് ഇടവിട്ടാണ് വന്നിരിക്കുന്നത്, അടുപ്പിച്ചുള്ള നമ്പേഴ്സ് അല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ മെത്തേഡ് പറ്റില്ല. പിന്നെ എന്താണ് പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്പേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 4ഉം പിന്നെ അതിന്റെ ഒരു പവറും കൂടെ കൂട്ടി ഒരു 4 സ്ക്വയർ കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. 4 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 3 സ്ക്വയർ വരും. 4 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ അല്ലേ 12 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം 3 സ്ക്വയർ വരും. അടുത്തടുത്ത് എന്ത് വരും? 4 സ്ക്വയർ വരും. പിന്നെ 5 സ്ക്വയർ വരും. പ്ലസ് എക്സെട്ര ലാസ്റ്റ് 96 കിട്ടണമെങ്കിൽ 4ന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? പ്ലസ് 24ന്റെ സ്ക്വയർ വരും. അപ്പൊ എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 24 സ്ക്വയർ. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താണ്? 1 to 24 സ്ക്വയറിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 1ന്റെ 2ന്റെ സ്ക്വയറിന്റെ സമ്മ്. എളുപ്പമല്ലേ? 2ന്റെ സ്ക്വയർ 4 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 1 to 24 നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 24 സ്ക്വയറിന്റെ സമ്മ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. അപ്പം ആൻസർ എന്ത് വരും? 16 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. നമുക്ക് എന്താണ്? 1 മുതൽ അങ്ങ് എടുക്കാം. ഫസ്റ്റ് 24 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് എന്താണ് വരുന്നത്? n24 ഇൻറ്റു n പ്ലസ് 1 25. അടുത്ത എന്താണ് വരുന്നത്? ഇൻറ്റു 2n പ്ലസ് 1. 2 എന്ന് പറയുമ്പോൾ 48. 48 പ്ലസ് 1 49 ബൈ 6 മൈനസ് 5. ഇതാണ്. ഇത് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പൊ ഇത് വരുമ്പോ എത്രയാണ്? 4 വരും. 25 ഇൻറ്റു 4 എത്രയാണ്? 100 വരും. 100 ഇൻറ്റു 49. നമുക്ക് എന്താണ്? ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കാതെ എങ്ങനെ ഉത്തരം എഴുതാം? ചെയ്ത് നോക്കിയാൽ എന്താണ്? അത്രയും സമയം നമുക്ക് അവിടെ നഷ്ടമാകും. എന്താണ്? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് 5 കുറയ്ക്കുക, പിന്നെന്താണ്? അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എന്താണ് ഇവിടെ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത് ഉത്തരം വരുന്നത്. 16 വെച്ച് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? 4 കൊണ്ടും. 16 വെച്ച് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ എന്താണ്? 16ന്റെ ഒരു ഫാക്ടർ ആണെന്ത്? നമ്പറായിട്ട് 16ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് മനസ്സിലായി. എങ്ങനെയാണ്? 16 ഇൻറ്റു ഇതാണെന്ത്? നമ്മുടെ ഉത്തരം. ഒരു നമ്പറിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിന്റെ ഒരു ഫാക്ടർ അല്ലേ 16 എന്ന് പറയുന്നത്. 16 ഫാക്ടർ ആകുമ്പോൾ ആ നമ്പറിനെ നമുക്ക് 16 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16 കൊണ്ട് ആ നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയ ഓപ്ഷൻസിന്റെ എല്ലാം ഈ ബി, അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി 16 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 4 കൊണ്ട് മാത്രമല്ല, എന്താണ്? 8 കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എത്രയാണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആയിരിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഓപ്ഷൻ ഡിയിൽ നിന്ന് തുടങ്ങാം. 140 ആണ് ലാസ്റ്റ് 3 ഡിജിറ്റ് വരുന്നത്. 140 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ഇനി അടുത്ത ഓപ്ഷൻ 340 ആണ്. അതിനെ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പം ആ ഓപ്ഷനും അല്ല. ലാസ്റ്റ് ഏതാണ്? ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ചെയ്തു പോലും നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് നോക്കാം. 320 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് 4 നമ്പർ എടുത്തു കഴിഞ്ഞാൽ 8320 16 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആണ് ഈ 3 ഓപ്ഷൻ അല്ലെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ അതാണ്. അതായിരിക്കും എന്തായാലും അത് തന്നെയായിരിക്കും അതിന്റെ ഉത്തരം. അപ്പൊ എന്താണ്? നമുക്ക് ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി. നമ്മൾ മുഴുവൻ ചെയ്ത് നോക്കേണ്ട പോലും കാര്യമില്ല. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ എന്താണ് ഇതൊന്നും അറിയാതെ ഫസ്റ്റ് എക്സാം എഴുതുന്ന ഒരാളാണ്, ഇക്വേഷൻസ് എല്ലാം അറിയാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം അതിൽ നിന്ന് 5 കുറയ്ക്കും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കും. ഉത്തരം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കും. ഇനി എവിടെങ്കിലും ഗുണിച്ചെടുത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? ഉത്തരം ഓപ്ഷനിൽ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കും. ഗുണിക്കും, ഹരിക്കും, കൂട്ടും, കുറയ്ക്കും. മൊത്തത്തിൽ എന്താവും? സമയം അത്രയും അവിടെ നമുക്ക് നഷ്ടപ്പെടും. അതേസമയം നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ എല്ലാം അറിയാം. നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. എപ്പോഴും നിങ്ങൾ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമോ ആ കൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് തെറ്റായ ഉത്തരങ്ങൾ എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ഒരു തരത്തിലും നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്ത് ഉത്തരം കണ്ടെത്തി ഓപ്ഷൻ നോക്കി കറക്റ്റ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ശരി ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sum of 3 numbers is 120 and the ratio of the first and second number is equal to 4:5. Ratio of the second number to third number is 15:13. What is the third number? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 നമ്പേഴ്സിന്റെ സമ്മ് 120 ആണ്, 120 ആണ്. അതായത് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? എക്സ്, എക്സ് പ്ലസ്, വൈ പ്ലസ്,
ഇസഡ് എത്രയാണ്? 120 ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ്. നമുക്ക് അങ്ങനെ എഴുതാം. എന്താണ്? എക്സ് ഈസ് ടു വൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ് ഈസ് ടു വൈ എത്രയാണ്? 4:5. അതായത് ഫസ്റ്റ് നമ്പർ ടു സെക്കൻഡ് നമ്പർ എത്രയാണ്? 4:5. ഇനി സെക്കൻഡ് നമ്പർ ടു തേർഡ് നമ്പർ എത്രയാണ്? സെക്കൻഡ് നമ്പർ വൈ അല്ലേ, അപ്പൊ അതിന്റെ താഴെ തന്നെ എഴുതുക 15:13. ഇനി ഇതിന്റെ മൂന്നിന്റെയും കൂടെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എന്താണ്? വേക്കന്റ് ആണ്. അപ്പൊ എന്താണ്? തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 5 അതുപോലെ ഇവിടെ എഴുതുക. ഇവിടെ വേക്കന്റ് ആണ്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന 15 അതുപോലെ എഴുതുക. ഇങ്ങനെ വേണം നമ്മൾ ഇവിടെ ചെയ്യാൻ. ഇങ്ങനെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 4:5, പിന്നെ ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 8:7. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്പർ തന്നതിന് ശേഷം നിങ്ങളോട് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കും. അങ്ങനെ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: എക്സ് ഈസ് ടു വൈ, എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് എഴുതുക, അല്ലെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്, എന്തെങ്കിലും ആട്ടെ. ഏതാണ് ചോദിക്കുന്നത് വെച്ചാൽ ആ വേരിയബിൾ അതുപോലെ എഴുതുക. അപ്പം എക്സ് ഈസ് ടു വൈ എഴുതുക, അതിനുശേഷം വൈ ഈസ് ടു ഇസഡ് എഴുതുക. വേക്കന്റ് ആയിട്ട് കിടക്കുന്നത് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോക്കി ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ സ്ഥലത്തു നിന്നും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഒരു 5 കട്ട് ചെയ്ത് കളയാം. എത്ര വരും? 3 വരും. 5. അപ്പൊ മൂന്നിടത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നമ്പർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ്? മൂന്നിടത്തും 5 കോമൺ ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ 5 മൂന്നിടത്തുനിന്നും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്രയാണ് വന്നിരിക്കുന്നത്? എക്സിന്റെ അവിടെ 4 × 3 എത്രയാണ്? 12 ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 5 പോയാൽ 1 ആണുള്ളത്. അപ്പൊ എത്രയാണ്? 15 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 13 ആണ് വന്നിരിക്കുന്നത്. ഇതെന്താണ്? റേഷ്യോ ആണ്. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും റേഷ്യോ ആണ്. അപ്പം റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? 12 എന്ന് പറഞ്ഞാൽ 12x ആണ് നമ്പർ എന്ന് പറയുന്നത്. റേഷ്യോ 12 ആണെങ്കിൽ നമ്പർ എത്രയായിരിക്കും? 12x ആണ്. അപ്പം 12x പ്ലസ് 15x പ്ലസ് 13x എത്ര വരും? 15 10 25 27 10 37 3 40. അപ്പം 40x എന്ന് പറയുന്നതാണ് എന്ത്? 120 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 120/40 എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? തേർഡ് നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പം 13x അല്ലേ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ 13 × 3 എത്രയാണ്? 39 ആണ് എന്ത്? തേർഡ് നമ്പർ. നമ്മൾ അത്രയും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമുക്ക് 13x എന്ന് കിട്ടി. 13x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് നമ്പർ നമ്മൾ പഠിച്ചതെല്ലാം ഓർക്കുക. ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ്? ഫാക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഫാക്ടേഴ്സ് എല്ലാം ഓർത്തിരിക്കുക. എന്താണ്? 13x എന്ന് കിട്ടി. 13x എന്ന് പറഞ്ഞാൽ 13 × x അല്ലേ? അങ്ങനെയെങ്കിൽ 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്? ഈ ഓപ്ഷനകത്തിൽ 13ന്റെ മൾട്ടിപ്പിൾ നോക്കിക്കേ, ഇതാ 2 എണ്ണം ഉണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് കുറച്ച് പണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും 13 × x കണ്ടുപിടിച്ചിട്ട് 3 ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കുക? നമുക്ക് ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ ഇവിടെ ഓപ്ഷനകത്ത് 36 ഇല്ലായിരുന്നു. പകരം എന്താണ് അവിടെ? 34 ആണ്. നമുക്ക് എന്താണ്? ഈ എക്സ് കണ്ടുപിടിക്കാതെ ഉത്തരം കിട്ടി. 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉത്തരവെന്ന് നമുക്കറിയാം. അപ്പൊ എത്രയാണ്? 13ന്റെ ഒറ്റ മൾട്ടിപ്പിളേ ഉള്ളൂ. ഇവിടെ എത്രയാണ്? 39. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഓപ്ഷനകത്തിൽ 36 കൂടെ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് 3 എന്ന് കിട്ടിയപ്പോൾ 13 × 3 39 എന്ന് കിട്ടി. ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കുക? നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ നോക്കുക. അപ്പം 13 × x ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പം 13ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. 13ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് മനസ്സിലായി. കാരണം അപ്പൊ നമുക്ക് 45ഉം 38ഉം എലിമിനേറ്റ് ചെയ്ത് കളയാം. പക്ഷെ 2 ഓപ്ഷൻസ് നമുക്ക് എന്താണ്? 13ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ വാല്യൂ 13ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ആയ 39 കിട്ടി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്രൈം നമ്പർ അല്ലാത്തത്? എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിന് ഫാക്ടേഴ്സ് ആയിട്ട് ആ നമ്പറും 1ഉം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. എക്സിന് ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം എക്സും മാത്രമേ ഉള്ളൂ. വേറെ ഒരു നമ്പറിനും എന്താണ്? എക്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരില്ല. അങ്ങനെയെങ്കിൽ എക്സ് എന്താണ്? എക്സ് ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് നോക്കാം. ഏറ്റവും എന്താണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? അത് 2 ആണ്. എന്താണ്? 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2ന് 1ഉം 2ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. വേറെ ഒരു നമ്പറും 2ന് ഫാക്ടേഴ്സ് ആയിട്ട് വരില്ല. അപ്പം 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? അത് 3 ആണ്. അടുത്തത് ഏതാണ്? 5 ആണ്. അടുത്തത് 7 ആണ്. അടുത്തത് ഏതാണ്? 11 ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ നമ്പേഴ്സിനെല്ലാം ആ നമ്പറും 1ഉം മാത്രമേ എന്തായിട്ടുള്ളൂ? ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അതായത് പ്രൈം നമ്പേഴ്സിൽ ഒറ്റ ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? അത് 2 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം.
കാരണം പെട്ടെന്ന് ചോദിക്കും ഇങ്ങനെ എന്താണ് 40നും 50നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ 50നും 60നും ഇടയ്ക്ക് എത്രയാണ്, 25നും 100നും ഇടയ്ക്ക് എത്രയാണെന്നൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1നും 100നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് ഒന്ന് കാണാതെ പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളിൽ പെട്ടെന്ന് സമയം കളയാതെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈം നമ്പർ അല്ലാത്തത് ഏതാണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 167 ഒരു പ്രൈം നമ്പർ ആണെന്നിരിക്കട്ടെ, ജസ്റ്റ് ഒന്ന് ആണെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ 167 എത്രയാണ്? 1ഉം 167 മാത്രമേ എന്തായിട്ടുള്ളൂ, ഫാക്ടേഴ്സ് ആയിട്ട് കാണത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് ഓരോ നമ്പറിന്റെയും ഡിവിസിബിലിറ്റി ഒക്കെ വെച്ച് ഒന്ന് നോക്കാം. അപ്പൊ ഡിവിസിബിലിറ്റി വെച്ച് ഏതെങ്കിലും ഒരു നമ്പർ മാച്ച് ആയി കഴിഞ്ഞാൽ അതിന് വേറെ ഫാക്ടർ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താണ്, അത് പ്രൈം നമ്പർ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ, 6 1 7, 7 7 14. 14 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14 എന്ന് പറയുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 9 വരുന്നില്ല. അപ്പൊ 3 30 ഒന്നും ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരത്തില്ല. ലാസ്റ്റ് ഡിജിറ്റ് 7 ആയതുകൊണ്ട് തന്നെ എന്താണ്, 2ഉം 4ഉം ഒന്നും എന്താണ് ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരത്തില്ല. ഇനി 313, 3 1 3. ഇനി 11ന്റെ ഇതൂടെ നോക്കാം നമുക്ക്. ആൾട്ടർനേറ്റ് ഡിജിറ്റ് എത്രയാണ്? സം വരുന്നത് 8 വരും. 8 - 6 എത്രയാണ്? 2 വരും. അപ്പൊ ഇത് 11ന്റെയും മൾട്ടിപ്പിൾ അല്ല, 7 വെച്ചും പറ്റില്ല. അപ്പൊ താഴേക്ക് നോക്കിയാൽ എത്ര വരും? 3 + 1 4 + 3 7 ആണ് വരുന്നത്. ഇതും എന്താണ്, 3യുടെയും 4ന്റെയും 9ന്റെയും 2വിന്റെയും ഒന്നും എന്താണ് മൾട്ടിപ്പിൾ അല്ല. ഇനി 11ന്റെ ആണോ? 3 + 3 6 6 - 1 5. 11ന്റെ അല്ല. ഇനി അടുത്ത നോക്കി, 9 5 14 വരും. ഇതും എന്താണ്, 3യുടെയും 2വിന്റെയും 4ന്റെയും ഒന്നും മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. 11ന്റെ വരുമോ? 14 - 0 എത്രയാണ്? 14 ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് നമ്പർ നോക്കിയാൽ 1 + 1 2 ആണ്. അതുകൊണ്ട് എന്താണ്, ഇത് 2ന്റെയും 3യുടെയും 4ന്റെയും 9ന്റെയും ഒന്നും മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. ഇനി നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്തേ. 1 + 0 1. അടുത്ത ആൾട്ടർനേറ്റ് നമ്പർ ഏതാണ്? 0 + 1 1. 1 - 1 0. എന്താണ്, 11ന്റെ ഡിവിസിബിലിറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 11 ഈ ഒരു നമ്പറിന്റെ ഫാക്ടർ ആണ്. അതുകൊണ്ട് എന്താണ്, ഇത് ഒരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? 1001 ആണ്. 1001 ആണ്. 1001ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ 1001ന് 11 ഒരു ഫാക്ടർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അതൊരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. 11 മാത്രമല്ല, അതിന് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ്, 11 നമുക്ക് കിട്ടി. നമുക്കൊരു ഡിവിസിബിലിറ്റി കിട്ടിയാൽ മതി. നമുക്ക് 1001ഉം 1ഉം അല്ലാതെ ആ നമ്പറിന് ഒരു ഫാക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് തെളിയിക്കാം. അപ്പൊ നമുക്ക് ആ ഒരൊറ്റ കാര്യം മാത്രം കിട്ടിയാൽ മതി. നമ്മൾ ബാക്കിയൊന്നും കാട് കയറി ബാക്കി ഫാക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പോകണ്ട. നമ്മളോട് ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഓപ്ഷനിൽ നിന്ന് പ്രൈം നമ്പർ അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഓരോന്നിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന 1001 എന്ന നമ്പറിന് 11 ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. 11 ഒരു ഫാക്ടർ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ എന്താണ്, അത് പ്രൈം നമ്പർ അല്ല. അപ്പൊ നമ്മൾ എന്താണ്, ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്.